കണ്ടത് എൻ്റെ പുത്തൻ തിരുവാതിരയുടെ ആഘോഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. ആ നടുക്ക് പിടിച്ചിരുത്തിയിരിക്കുന്നതാണ് ഞാൻ. ഇത്രയും ഗ്രാൻഡായ തിരുവാതിര ആഘോഷം എത്ര സ്ഥലത്തുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. ശ്രീകൃഷ്ണപുരമാണ് എൻ്റെ നാട്. അവിടങ്ങളിലൊന്നും ഇത്രയും വിപുലമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റുമുക്ക് മഹാദേവ ക്ഷേത്രത്തിൽ അതിഗംഭീരമായിട്ട് ആചരിച്ച ഇക്കൊല്ലത്തെ ആതിരരാവ് ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പാലക്കാട് കിടക്കണ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നാണ് നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാടാണ് കുറ്റുമുക്ക്. തൃശ്ശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമസൗന്ദര്യം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത അതിമനോഹരമായൊരു സ്ഥലമാണ് ഞങ്ങളുടെ കുറ്റുമുക്ക്. ഞാൻ ഈ ചടങ്ങുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞ് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ളവർ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് പരിഗണിച്ചേക്കണേ. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ വർഷത്തെ തിരുവാതിരയാണ് പൂത്തിരുവാതിരയായിട്ട് ആചരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വിവാഹ വേഷത്തിൽ ഒരുങ്ങി വരണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഒരുക്കത്തിന് ഞാനൊരു കുറവും വരുത്തിയില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. ഈ ഒരുക്കമൊന്നും ഒരു ഒരുക്കമേ ആയിരുന്നില്ല. ശരിക്കുള്ള ഒരുക്കം വരാൻ കിടക്കണേ ഉള്ളൂ എന്ന്. പണ്ട് തിരുവാതിര കളിക്ക് സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ണിയാർച്ചയെ പോലെ ഇങ്ങനെ സൈഡിലേക്ക് മുടി കെട്ടിവെച്ച് പൂ വെച്ച് ശീലമുള്ളതുകൊണ്ടും അമ്മ ഒരുവിധ മുൻകരുതലുകളൊക്കെ തന്നിട്ടുള്ളത് കൊണ്ടും ഞാൻ എല്ലാത്തിനും റെഡി ആയിട്ടാണ് അവിടെ പോയിരുന്നത്. അങ്ങനെ മുടിയൊക്കെ മുറുക്കി കെട്ടി വിരൽ പോലും കുത്താൻ ഗ്യാപ്പില്ലാത്ത പോലെ ഒരുണ്ട മുല്ലപ്പൂ അങ്ങനെ എൻ്റെ തലയിൽ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേദനിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് വേദനിക്കണില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത്രയും കാര്യങ്ങൾ ചേച്ചിമാർ ചെയ്തെത്തിയത്. അങ്ങനെ പൂവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിനടുത്തുള്ള ഗന്ധർവനാലിലേക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഒന്നാനാം കുന്നിന്മേലോരടി പാല നട്ടു പാലക്കീര വന്നു പൂവന്നു കാവന്നു പാലക്കൂടു കാർക്കുഴലി രണ്ടാനാം കുന്നിന്മേൽ രണ്ടടി കുന്നിന്മേൽ രണ്ടല്ലോ കന്യക പാല നട്ടു പാലക്കീര വന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നീർക്കോടു കാർക്കുഴലി രണ്ടാനാം കുന്നിന്മേലോരടി കുന്നിന്മേൽ രണ്ട കന്യക പാല നട്ടു പാലക്കീര വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർക്കോടു കാർക്കുഴലി മൂന്നാനാം കുന്നിന്മേൽ മൂന്നടി കുന്നിന്മേൽ മൂന്നല്ലോ കന്യക പാല നട്ടു പാലക്കീര വന്നു പൂവന്നു കാവന്നു പാലയ്ക്കു നീർക്കോടു കാർക്കുഴലി മൂന്നാനാം കുന്നിന്മേലോരടി കുന്നിന്മേൽ കന്യക പാല നട്ടു പാലക്കീല വന്നു പൂവന്നു കായ് വന്നു പാലയ്ക്കു നീർക്കോടു കാർക്കുഴലി. അങ്ങനെ അവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം ബാക്കി ചടങ്ങുകൾക്കായി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി ദശപുഷ്പങ്ങൾ ചേർത്ത് കെട്ടുന്ന ചടങ്ങാണ്. ദശപുഷ്പത്തിലെ ഓരോ പുഷ്പത്തിനും അതിൻ്റേതായി ചിട്ടപ്പെടുത്തിയ വരികൾ ചൊല്ലിയാണ് അവ ഒരുക്കിയെടുക്കുന്നത്. അത് കേട്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. അടുത്തതായി എന്നെ കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കി ദശപുഷ്പം ചൂടിക്കുന്ന ചടങ്ങാണ്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അമ്മ കണ്ണിലടിച്ച് വാലിടിക്കുന്നതാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് സിന്ദൂരവും കുറിയും ഒക്കെ തൊടേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദശപുഷ്പം ചൂടൽ. ആ കുരവയിടലും അതേപോലെ തന്നെ ഈണത്തിലുള്ള വരികൾ ചൊല്ലലും ഒക്കെ കേട്ടപ്പോഴാണ് എൻ്റെ നാട്ടിൽ ഇത്രയും എനർജറ്റിക്കായ ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം എന്നെ നടുക്കിരുത്തിയ ഒരു അടിപൊളി തിരുവാതിര കളി ഉണ്ടായിരുന്നു. ചേച്ചിമാർ മാത്രമല്ല കേട്ടോ, അദ്ദേഹം നടുക്ക് കളിക്കുന്ന കുഞ്ഞിപ്പിള്ളേരില്ലേ, അവരും എനർജിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. ഒക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത ടാസ്ക്. കൂടെ നിന്ന് 2 സ്റ്റെപ്പ് വെച്ചോളൂ എന്ന് കൂടെയുള്ള ചേച്ചി പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും സംഭവം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.
പൊതുവെ എല്ലാ വർഷവും പൂത്തിരുവാതിര ആഘോഷത്തിന് ഒന്നിലധികം ആളുകൾ ഉണ്ടാവുമെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയിൽ ഇങ്ങനെ ഒരു ആഘോഷം നടക്കുന്നുണ്ടെന്ന് അറിയാൻ ഒരു തൃശ്ശൂരുകാരനെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നു എനിക്ക്. ആദ്യം എനിക്കൊരു മടിയും ചമ്മലൊക്കെ തോന്നിയെങ്കിലും പിന്നെ മൊത്തത്തിൽ ഞാനും അങ്ങോട്ട് എൻജോയ് ചെയ്തു. നാട്ടിലുള്ള ഇതുവരെ ഞാൻ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്കതിൽ വലിയ ബെനിഫിറ്റായിട്ട് തോന്നിയത്. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള ആചാരങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഹാപ്പി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും നേരെ 2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.